ലയനം കലാ സാംസ്കാരിക വേദിയുടെ ത്രൈമാസ പരിപാടി ഏറ്റുമാനൂർ പ്രസ് ക്ലബ് ഹാളിൽ നടന്നു. പ്രിയ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലയനം പ്രസിഡന്റ് ബൈജു ചേർത്തല അധ്യക്ഷനായിരുന്നു. സിനു കിടങ്ങൂർ മുഖ്യ അതിഥിയായിരുന്നു. സെക്രട്ടറി സിന്ധു ആര്യനാട്, വൈസ് പ്രസിഡന്റ് സുരേഷ് ആര്യനാട്, എക്സിക്യൂട്ടീവ് അംഗം സീമ അജുമാൻ, ഖജാൻജി ബെന്നി വൈപ്പിൻ, സാഹിത്യകാരി അനു കൗമൂലയിൽ, സാഹിത്യകാരൻ സുവാച്ചൻ എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. എഴുത്തുകാരിയും അധ്യാപികയുമായ ബിന്ദുശ്രീയുടെ 5ാമത് പുസ്തകം ശംഖിനുള്ളിലെ കടൽ എന്ന കൃതിയുടെ കവർ പ്രകാശനം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉപദേശക സമിതി അംഗവും എഴുത്തുകാരിയുമായ സിജിത അനിലും പ്രശസ്ത പിന്നണി ഗായകൻ ഷീൻ ജോർജും ചേർന്ന് നിർവഹിച്ചു. വൈഗ വാസുദേവനെ പറയാൻ ബാക്കി വെച്ചത് എന്ന പുസ്തകത്തെക്കുറിച്ച് ചർച്ചയും നടന്നു. കാത്തിരിപ്പിനൊടുവിൽ എന്ന കഥ, അതിനകത്ത് മാലതിയുടെ വിഫലമായ കാത്തിരിപ്പാണ് വിഷയം. അപ്പൊ ഇവിടെയും വിയോഗം കാത്തിരിപ്പിനെ നിരാശയിലേക്ക് അല്ലെങ്കിൽ വിഷാദത്തിലേക്ക് വായനക്കാരെ കൊണ്ടുപോവുകയാണ്. അപ്പൊ നമ്മൾ അറിയാതെ ആ ഒരു വിഷാദത്തിലേക്ക് അലിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്നെന്നും എന്ന കഥയിൽ അതെന്നെ ഒരുപാട് ആകർഷിച്ചൊരു കഥയാണ്. ബിക്കോസ് ഞാൻ രാത്രിയാണ് ഈ കഥ വായിക്കുന്നത്. അപ്പോൾ യാമി, രാഹുൽ എന്നീ 2 ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതിൽ ഇവരുടെ അഗാധമായ പ്രണയം പറയുന്ന മനോഹരമായൊരു കഥയാണ്. അപ്പോൾ ഒരു വാക്ക് പറയുന്നുണ്ട്, നമ്മൾ ഒരിക്കലും പിരിയില്ല എന്ന്. നമ്മളെ കൊണ്ട് ഒരിക്കലും പിരിയാനാവില്ല. അങ്ങനെ ചിന്തിച്ചപ്പോൾ അവിടെ വില്ലനായി വരുന്നത് മരണമാണ്. ആ മരണം രാഹുലിനെ അവളിൽ നിന്ന് കവർന്നെടുക്കുകയാണ്. ബിന്ദുശ്രീ തിരുവനന്തപുരം ഏകോപനം നടത്തി. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു.